രാഹുൽ മാങ്കൂട്ടം കുറേ ദിവസങ്ങളായിട്ട് വീടിനകത്ത് അടച്ചു തന്നെ ഇരിപ്പായിരുന്നു. 38 ദിവസമായി അദ്ദേഹം പാലക്കാടേക്ക് ചെന്നിട്ടില്ല. പക്ഷേ 38 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ന് അദ്ദേഹം പാലക്കാട് എത്തിയിരിക്കുന്നു. ഇതിനിടയിൽ അദ്ദേഹം ഒരേ ഒരു തവണ നിയമസഭയിലൊന്ന് മുഖം കാണിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ രക്ഷപ്പെട്ടത് തന്നെ നമുക്കറിയാം, അനുശോചന പ്രമേയങ്ങൾ വായിച്ചുകൊണ്ട് സഭ പിരിയുന്ന ഒരു ദിവസമായിരുന്നു. അതായത് VS അച്യുതാനന്ദൻ മുതൽ വാഴൂർ സോമൻ വരെയുള്ളവർക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ട് സഭ പിരിയുന്ന ഒരു ദിവസമാണ് അദ്ദേഹം വന്ന് ഹാജരായത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുറത്തേക്കിറങ്ങാൻ വളരെ പ്രതിഷേധമൊന്നും ഉണ്ടാകാനിടയില്ലാത്ത തന്ത്രപരമായിട്ടുള്ളൊരു സമയം തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഇപ്പോൾ പാലക്കാട് എത്തിക്കാനും ഏത് സമയത്ത് ലോഞ്ച് ചെയ്യണം എന്ന് പറയുന്ന കൺഫ്യൂഷനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ PR ഏജൻസിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഷാഫി പറമ്പിലും കൂട്ടരും ആളുകളൊക്കെ തന്നെ. അപ്പോൾ അവരിന്ന് കണ്ടെത്തിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് അവിടെ ഒരു മരണം നടന്നിട്ടുണ്ടെന്നും മരണ വീട്ടിൽ പ്രതിഷേധം ഉണ്ടാകില്ലെന്നും അതുകൊണ്ട് മരണ വീട് വഴി കൃത്യമായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യാം, രാഹുൽ മാങ്കൂട്ടത്തിൽ ലോഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹം വെളുപ്പിന് 2 മണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് പോരുകയും 8:15 തൃശ്ശൂർ എത്തുകയും തൃശ്ശൂരിൽ നിന്ന് വീണ്ടും നേരെ ഉടനെ തന്നെ തിരിച്ച് പാലക്കാടേക്ക് എത്തുകയും ചെയ്തു. പാലക്കാട് ചില മണ്ഡലം പ്രസിഡൻ്റെയും മരണ വീടുകളൊക്കെ സന്ദർശിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അദ്ദേഹത്തെ കൃത്യമായൊരു റീലോഞ്ച് ചെയ്യാൻ ആലോചിക്കുകയാണ്. ഈ റീലോഞ്ച് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഈ നവരാത്രിയുമായി ബന്ധപ്പെട്ട് ചില അമ്പലങ്ങളിൽ വിസിറ്റ് ചെയ്തുകൊണ്ട് റീലോഞ്ച് ചെയ്താൽ വലിയ പ്രതിഷേധം ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ചില ആലോചനകളൊക്കെ ഇവരുടെ ഇടയിലുണ്ടായിരുന്നു. ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ലോഞ്ചിങ് ഈവൻറ്റുകൾക്ക് വളരെ കൃത്യമായി ചെയ്യാൻ അറിയുന്ന ആളുകളാണ്. അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഷാഫി പറമ്പിൽ പാലക്കാട് MLA ആയിരിക്കുമ്പോൾ തന്നെ വടകരക്ക് മത്സരിക്കാൻ പോകുന്ന ഒരു രംഗം നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. വടകരക്ക് മത്സരിക്കാൻ പോകുന്ന ഷാഫി പറമ്പിലിനെ ആളുകളൊക്കെ തന്നെ കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു, പോകല്ലേ എന്ന് പറയുന്നു. അങ്ങനെയുള്ള വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അവിടെ ഒരു ഈവൻ്റായി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഷാഫി ആദ്യമേ തന്നെ വിജയിച്ചു. അതിനുശേഷം ഷാഫി വടകരയിലേക്ക് എത്തുമ്പോൾ അവിടെ അഭൂതപൂർവമായ ലെവലിൽ ആളെ കൂട്ടുന്ന ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് പരിപാടി കൂടി ഗംഭീരമായി നടത്തിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ അങ്ങോട്ട് ലോഞ്ച് ചെയ്തത്. അങ്ങനെ ലോഞ്ച് ചെയ്തതിൻ്റെ ആ ടെമ്പോ നിലനിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് 1,1,5 ലക്ഷത്തിലധികം വരുന്ന വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ ഷൈല ടീച്ചറെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ ജയിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇവർ ഇത്തരത്തിലുള്ള ഒരു റീലോഞ്ചിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പണിപ്പെടുന്നത്. ചരിത്രത്തിൽ ഇതിനു മുമ്പ് പല ലോഞ്ചുകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജോസ് കെ മാണി ഏറ്റവും ആദ്യം യൂത്ത് ഫ്രണ്ട് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ചുമതലയേൽക്കുന്ന, സംസ്ഥാനത്തിൻ്റെ ഹെഡായി ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കേരളം മൊത്തം പോസ്റ്റർ ഒട്ടിച്ചതും അതിഗംഭീരമായിട്ടുള്ള ഒരു ലോഞ്ച് ഈവൻറ്റ് നടത്തിയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നടത്താൻ കഴിയില്ലെങ്കിലും, കാരണം ഇപ്പോൾ പെട്ടിരിക്കുന്ന കേസുകളും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ ഗംഭീരമായിട്ടുള്ള ലോഞ്ചൊന്നും നടത്താൻ കഴിയില്ലെങ്കിലും ഈ നൈസായിട്ട് ഇതിൻ്റെ ഇടയിലൂടെ പാലക്കാട് ഇറങ്ങി നടക്കാവുന്ന, പാലക്കാട് ജനങ്ങളെ കാണാവുന്ന, പാലക്കാട് MLA ഓഫീസിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു റീലോഞ്ചിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് ഈ പറയുന്ന പാലക്കാട് കഷ്ടിച്ചെത്തിയിരിക്കുന്നു. ആ എത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്പലങ്ങൾ എത്രയോ മരണ വീട്ടിൽ എത്രയോ എന്ന് വെച്ചാൽ ഇന്ന് മരണ വീടുകളിൽ എത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പ്രകടനത്തിന് തുടക്കമിട്ടേക്കുന്നത്. ഇതിനോടൊപ്പം നമുക്കറിയാം, പൊതുചടങ്ങുകളിൽ പങ്കെടുത്താൽ, അതായത് പൊതുചടങ്ങുകളിൽ പങ്കെടുത്താൽ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അത് DYFI ആഹ്വാനം ചെയ്തിട്ടുണ്ട്, കൂടാതെ BJPയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇത് വലിയ തോതിൽ പ്രതിഷേധമുണ്ടാകും. പക്ഷേ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ തടയില്ല എന്നുള്ളത് കൂടി കൃത്യമായിട്ട് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടേക്ക് എത്തിക്കാൻ തീരുമാനിച്ചിരുന്നത് ചില ചാരിറ്റി പരിപാടികളുമായി ബന്ധപ്പെട്ടാണ്. ആ ചാരിറ്റി പരിപാടികളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെത്തുമ്പോൾ ആ പരിപാടികൾ അലങ്കോലപ്പെട്ടാൽ, വലിയ പ്രതിഷേധമുണ്ടായാൽ ആ സഹായം കിട്ടാനിടയുള്ളവർ കൂടി വലിയ വിരോധം തോന്നുമെന്ന് പറയുന്ന കണക്കൂട്ടലിലായിരുന്നു ഇവർ. പിന്നീട് അമ്പലത്തിൻ്റെ പറമ്പിൽ എത്തിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അതും ഒന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഏറ്റവും ഒടുവിൽ മരണ വീടുകളിലേക്ക് എന്ന് പറയുന്ന പോലെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ നോർമലാക്കി, അതായത് പഴയ പോലെ ഒരു നോർമലാക്കിക്കൊണ്ട് തങ്ങളുടെ ഈ പറഞ്ഞ പോലെ സന്ദർശനങ്ങളെ മാറ്റാനുള്ള അതിതീവ്ര പ്രയത്നത്തിലാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലുമൊക്കെ. എത്രത്തോളം നടക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടും തൃശ്ശൂരും അതുപോലെ ജില്ലകളിലുമൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഇന്ന് വീണ്ടും ഓൾറെഡി കോൺഗ്രസ് NSSൻ്റെയും SNDPയുടെയും ഒക്കെ ചാട്ടവാർ അടിയേറ്റ് പുളയുന്ന കോൺഗ്രസ്സാണ് ഉള്ളത്. ആ പുളയുന്ന കോൺഗ്രസ്സിന് രമേശ് ചെന്നിത്തല ഞങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ VD സതീശനെ അല്ലെങ്കിൽ തന്നെ NSSനോ SNDPക്കോ ഒന്നും വലിയ താല്പര്യമില്ലാത്തൊരു നേതാവാണ്. അതുകൊണ്ട് പക്ഷേ നേതൃത്വം VD സതീശനാണ്. VD സതീശൻ മുഖ്യമന്ത്രി ആയതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇവരെല്ലാം തന്നെ ഇത്തരം നിലപാടെടുക്കുന്നത്. ആ നിലപാടെടുക്കുന്നതിനോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി യഥാർത്ഥത്തിൽ VD സതീശനും കോൺഗ്രസിനും വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. ഇത് വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക പിണറായി വിജയനും CPMഉം അതുപോലെ BJPയും ഒക്കെ ആയിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇനി
ഏതാനും ദിവസങ്ങളിൽ അയ്യപ്പ സംഗമത്തിൻ്റെ വലിയ മൈലേജ് കിട്ടിയിരിക്കുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ഒന്ന് സഹായിച്ചാൽ 2026 അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു വഴി തുറന്നു കിട്ടും. ആ വഴിയാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തെരുവോരങ്ങളിലൂടെയും തൃശ്ശൂരിലൂടെയൊക്കെ നടന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലും പോരാ, നടക്കുമ്പോൾ അതിനോടൊപ്പം അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുണ്ട്, ഇത്തരത്തിലുള്ള ജില്ലാ പ്രസിഡന്റുണ്ട്, അത്തരത്തിലുള്ള മറ്റേ KSUവിൻ്റെ നേതാക്കളുണ്ട്. ഇത്തരത്തിലുള്ള നേതാക്കന്മാരെല്ലാം കൂടെ നിൽക്കുമ്പോൾ കോൺഗ്രസ് നടത്തിയത് ഒരു കണ്ണിൽ പൊടിയിടാനുള്ളൊരു പരിപാടി മാത്രമായിരുന്നു എന്നും ഇപ്പോഴും പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണെന്നും അങ്ങനെയുള്ളൊരു പാർട്ടി കേരളത്തിൽ ജയിക്കേണ്ടതില്ല എന്നും ജനം തീരുമാനിക്കാനുള്ള സാധ്യത കുറവാണ്. പറ്റുമെങ്കിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോട് പറയാനുള്ളത് പാലക്കാട് മാത്രമായിട്ട് ഒതുക്കരുത്, കോഴിക്കോടും തിരുവനന്തപുരവും എറണാകുളത്തൊക്കെ ഏതെങ്കിലും പരിപാടികൾ വെച്ചിട്ട് അതിൽ പങ്കെടുത്താൽ അത് പിണറായി വിജയനും CPM-നും BJP-ക്കും ഒക്കെ കുറച്ചുകൂടി വലിയ സഹായമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.